നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് കണ്ടാലോ, അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫിഷിനെ കണവ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഒരു ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊന്ന് അതിൻ്റെ ആ മണമൊന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലോട്ട് 2 മീഡിയം സൈസ് സവാള കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഉപ്പും കൂടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് അതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളി കേട്ടോ, അതിൻ്റെ പേസ്റ്റ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പച്ചമുളക് അത് എരിക്കനുസരിച്ചിട്ടാൽ മതി, ഞാൻ 2 എണ്ണ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് ആവശ്യത്തിനനുസരിച്ച്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മുടെ കണവയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണവയെന്നുള്ള വെള്ളം തന്നെ ഇറങ്ങും കേട്ടോ. അപ്പം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എത്രയാണോ വെള്ളം ഗ്രേവി നന്നായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക. പിന്നെ അതിലോട്ട് നമ്മുടെ കറിവേപ്പിലയും ഞാൻ കുറച്ച് മല്ലിയില യൂസ് ചെയ്തിട്ടുണ്ട്, അത് വേണമെന്നുള്ളവർ യൂസ് ചെയ്താൽ മതി. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കണവ റോസ്റ്റ് റെഡി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.